മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനം. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവിൻ. ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവാനാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്തത്. ലോകം നമ്മുടെ ഉള്ളിലേക്ക് വരുവാനല്ല, മറിച്ച് നാം ലോകമെങ്ങും പോകുവാൻ അവിടുന്ന് ആഹ്വാനം ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഓടി നടന്ന് സുവിശേഷ വേല ചെയ്യുന്നത്? ഓരോ വിശുദ്ധാത്മാക്കളോടും അതിന് നൽകുന്ന മറുപടി ഇങ്ങനെയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനോട് ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അഹോരാത്രം അധ്വാനിക്കുന്നത്? ആ സമയത്ത് ഫ്രാൻസിസ് സേവ്യർ പറയുകയാണ്, വെറുതെ ഇരുന്ന് തുരുമ്പ് പിടിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കർത്താവിന് വേണ്ടി തേഞ്ഞ് 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 ഇല്ലാതായി തീരുന്നത്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഇന്ന് തുരുമ്പ് പിടിച്ചിരിക്കുന്ന ജീവിതങ്ങളാണെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് കർത്താവിന് വേണ്ടി ഓടി നടക്കുവാൻ, കർത്താവിന് വേണ്ടി തേഞ്ഞ് തേഞ്ഞ് ഇല്ലാതായി തീരുവാൻ. മദർ തെരേസയോട് ചോദിച്ചു, പ്രായമായില്ലേ, ഇനി റെസ്റ്റ് ചെയ്തുകൂടെ? മദർ തെരേസ അതിന് നൽകിയ ഉത്തരം ഇങ്ങനെയാണ്, വിശ്രമമോ അതെനിക്ക് സ്വർഗത്തിൽ ചെന്നിട്ടാ. ഈ ഭൂമിയിലുള്ള കാലഘട്ടം മുഴുവൻ എനിക്ക് ആത്മാക്കൾക്ക് വേണ്ടി അധ്വാനിക്കണം. അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമായിരുന്നു. വിശ്രമം എനിക്ക് സ്വർഗത്തിൽ ചെന്നിട്ട. ഇതുപോലെ തന്നെ മിസ്റ്റർ ഡൊമിനിക് സാവിയോയോടും മിസ്റ്റർ ഡോൺ ബോസ്കോയോടും എല്ലാം ഇതുപോലെ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അവര് നൽകിയ ഉത്തരം, എനിക്കിനി ഏതാനും കാലം മാത്രമേ ഉള്ളൂ, ഉള്ള കാലം ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. ഒരുപാട് കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ചെയ്തു തീർക്കും. ഇതുപോലെ തന്നെ വിശുദ്ധ ജോൺ മരിയ വിയാനി ഈ വിശുദ്ധനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, തൻ്റെ ഇടവക ജനം മുഴുവൻ രാത്രിയുടെ യാമങ്ങളിൽ സുഖനിദ്രയിലായിരിക്കുമ്പോൾ ഈ ഇടവക ജനത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി വിശുദ്ധ ജോൺ മരിയ വിയാനി ഉണ്ടല്ലോ, രാത്രിയുടെ യാമങ്ങളിൽ സക്രാരിക്ക് മുമ്പിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് ആ ജനത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് കണ്ടോ. അദ്ദേഹത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ് ഈ വിശുദ്ധരെ രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമുളച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ജനത്തിന് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് പ്രേരിപ്പിച്ചത്. ഇതുപോലെ തന്നെ വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിയോട് ഈശോ വന്ന് പറയുന്നുണ്ട്, ഞാൻ പോളണ്ടിനെ നശിപ്പിക്കാൻ പോവുക. ഈ സമയത്ത് ഈ പുണ്യവതി ഈശോയോട് ചോദിക്കുന്നുണ്ട്, എന്റെ മാതൃരാജ്യമായി പോളണ്ടിനെ നശിപ്പിക്കല്ലേ, എന്ത് പരിഹാരം വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. ഈ പാവപ്പെട്ട കന്യാസ്ത്രീ അവളുടെ ജീവിതം പിന്നീട് മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി ഒരു പരിഹാര ജീവിതമായിരുന്നു. ഈ പോളണ്ട് എന്ന് പറയുന്ന അവളുടെ മാതൃരാജ്യത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി അവൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചു. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ ആ പരിഹാര ജീവിതം മുന്നോട്ട് പോയി. അതിന്റെ ഫലമോ, രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ പോളണ്ടിന്റെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ബോംബുകൾ വർഷിക്കപ്പെട്ടപ്പോൾ പോളണ്ടിന്റെ മേൽ ഒറ്റ ബോംബ് പോലും വീണില്ല. അതിന്റെ പിന്നിൽ ഒരു പുണ്യവതിയെ ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ്. ഈ പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് ഒരുപാട് വിശുദ്ധാത്മാക്കൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധ ഉർസുലൈൻ, വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ, വിശുദ്ധ ഫൗസ്റ്റീന, ഈ പുണ്യവതികളും പുണ്യാത്മാരും ഈ മണ്ണിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കാണാൻ സാധിക്കും വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതി ഈ ദേശത്തിന് വേണ്ടി, മാതൃരാജ്യത്തിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണീരോടുകൂടെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമെല്ലാം പരിഹാര ജീവിതം നടത്തുന്നുണ്ടോ? ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ടോ? ഓടി നടക്കുന്നുണ്ടോ? അതിന് ഫലം കൊയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നാം കേട്ടിട്ടുണ്ട് വാൻ തുയാൻ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പിനെ കുറിച്ച്. വിയറ്റ്നാമിലെ ആർച്ച് ബിഷപ്പായിരുന്നു വാൻ തുയാൻ. 1-2 വർഷങ്ങളല്ല ജയിലറയിൽ കിടക്കേണ്ട വന്നത്. നീണ്ട 13 വർഷക്കാലം അദ്ദേഹം ജയിലറയിൽ കിടന്നു. ജയിലറയിൽ കിടന്നപ്പോഴും അദ്ദേഹം തൻ്റെ ഇടവക ജനത്തിനു വേണ്ടി, രൂപത അംഗങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇടയ ലേഖനങ്ങൾ എഴുതി ആ ജനത്തെ ശക്തിപ്പെടുത്തി എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയത് എപ്പോഴായിരുന്നു? താൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും യാത്രകളിലായിരുന്നപ്പോഴും ആയിരുന്നു. ഇതുപോലെ തന്നെ ഏത് വിശുദ്ധാത്മാക്കൾ നോക്കിയേ,
ആ വിശുദ്ധാത്മാക്കളെ മുഴുവൻ ആത്മാക്കൾക്ക് വേണ്ടി ഓടി നടക്കുകയായിരുന്നു. എനിക്ക് ആത്മാക്കളെ നേടണം, സുവിശേഷ വേല ചെയ്യണം, ലോകം മുഴുവൻ വേണ്ടി കർത്താവിന് വേണ്ടി നേടിയെടുക്കണം. ഇതായിരുന്നു അവിടെ ഉള്ളിലെ ആഗ്രഹം. ഞങ്ങളൊക്കെ സെമിനാരിൽ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങളോട് എക്രച്ചൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: എന്തിന് നിങ്ങൾ ഇങ്ങോട്ട് വന്നു? അതിന് ഞങ്ങൾക്ക് ഒരു ഉത്തരവും തന്നിട്ടുണ്ട്. എല്ലാവരും ബൈ ഹാർട്ട് പഠിച്ച് ആ ഉത്തരം പറയണം സെമിനാരി പഠിക്കുന്ന കാലഘട്ടത്തിൽ. അതിങ്ങനെയാണ്: ആത്മാക്കളെ രക്ഷയ്ക്കായി അധ്വാനിച്ച് സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി ഉറപ്പിക്കുവാൻ, ആത്മാക്കളെ രക്ഷയ്ക്കായി അധ്വാനിക്കുവാൻ, അതോടൊപ്പം തന്നെ സ്വന്തം ആത്മരക്ഷ ഉറപ്പിക്കുന്നതിന് വേണ്ടി. ഞാൻ എന്തിനു വേണ്ടി വൈദികനായ? ഞാൻ പറയും ആത്മാക്കളെ രക്ഷിക്കുവാൻ വേണ്ടി, അതോടൊപ്പം തന്നെ സ്വന്തം ആത്മരക്ഷ ഉറപ്പിക്കുന്നതിന് വേണ്ടി. ഈ കാലഘട്ടത്തിൽ എനിക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലന്മാര് അവർ യേശുവിനെ നൽകി. ഇതുപോലെ തന്നെ ആദിമ ക്രൈസ്തവ സമൂഹം യേശുവിനെ അവർ പ്രദാനം ചെയ്തു. അതേ ശക്തിയിൽ ഈ കാലഘട്ടത്തിൽ എനിക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് സുവിശേഷ വേല ചെയ്യാൻ തോന്നുന്നില്ല, ക്രിസ്തുവിനെ കൊടുക്കാൻ സാധിക്കുന്നില്ല. ആദിമ ക്രൈസ്തവ സമൂഹം കൊടുത്തതുപോലെ പ്രകടമായ രീതിയിൽ യേശുവിനെ ഈ ലോകത്തിന് എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നറിയോ? സങ്കീർത്തന പുസ്തകം 77 അധ്യായം 10 തിരുവചനം പറയുകയാണ്: അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി നിന്നിൽ പ്രകടമാകാത്തതാണ് നിന്റെ ദുഃഖത്തിന്റെ കാരണം. യേശു ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ കാലഘട്ടത്തിൽ എനിക്ക് യേശുവിനെ കൊടുക്കാൻ സാധിക്കാത്തതിന്റെ കാരണം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തത് കൊണ്ടാണ്. ആദിമ ക്രൈസ്തവ സമൂഹം അവർ കരമുയർത്തുമ്പോൾ അവിടെ രോഗശാന്തികളും അത്ഭുതങ്ങളും സംഭവിച്ചു. അവർ കരമുയർത്തുമ്പോൾ അവിടെ മാനസാന്തരങ്ങൾ സംഭവിച്ചു. അധരം തുറക്കുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകം അവിടെ പൊട്ടിപ്പുറപ്പെട്ടു. ആ ജനം പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഈ കാലഘട്ടത്തിലും പ്രിയപ്പെട്ടവരെ, അതേ ശക്തിയോടുകൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാൻ, ക്രിസ്തുവിനെ കൊടുക്കുവാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നില്ലെങ്കിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ആത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തത് കൊണ്ടാണ്. ആദിമ ക്രൈസ്തവ സമൂഹം അനുഭവിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി അത്രയും പവർഫുൾ ആയിരുന്നു. ആദിമ ക്രൈസ്തവ സമൂഹം ഈ കാലഘട്ടത്തിലും പ്രിയപ്പെട്ട ക്രൈസ്തവരെ, നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്നെയാണ് ജ്വലിച്ചിരിക്കുന്നത്. മാമോദീസായിലും സ്ഥൈലേപനത്തിലും ആദിമ ക്രൈസ്തവ സമൂഹം സ്വീകരിച്ച അതേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാ നിന്നിലും നിറഞ്ഞു നിൽക്കുന്നത്. എന്നിട്ടും എന്താ എൻ്റെ ജീവിതം ഇങ്ങനെ? എന്നിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ കടന്നു വരാൻ സാധിക്കാത്ത ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ വിട്ടുപേക്ഷിക്കാൻ തയ്യാറാവണം. ഇന്ന് പ്രിയപ്പെട്ടവരെ, ആദിമ ക്രൈസ്തവ സമൂഹത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറഞ്ഞു തരികയാണ്. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ. അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: സഭ മുഴുവനിലും ഇത് കേട്ട എല്ലാവരിലും വലിയ ഭയമുണ്ടായി. അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചു കൊണ്ടിരുന്നു. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ജനം അവനെ ബഹുമാനിച്ചു പോന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തെ കുറിച്ച് പറയുകയാണ്: മറ്റാരും അവനോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല, എന്നാൽ ജനം മുഴുവൻ അവനെ ബഹുമാനിച്ചു പോന്നു. ഒരു രീതിയുള്ള തിന്മയോ അധാർമികതയോ അവന്റെ കൂടെ ചേരാൻ ധൈര്യപ്പെട്ടില്ല. അത്രമാത്രം ദൈവികമായ ശക്തി ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ പ്രകടമായിരുന്നു. ഈ നൂറ്റാണ്ടിൽ നമ്മൾ കാരണം ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അതേ അഭിഷേകത്തോടുകൂടെ സകല വ്യക്തികളിലും വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ എന്നിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പ്രകടമാകുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും പാപത്തിന് അവസ്ഥകളുണ്ടെങ്കിൽ വിട്ടുപേക്ഷിക്കാൻ തയ്യാറാവണം. ഇന്ന് നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി എടുക്കുക വിശുദ്ധ പൗലോസ്ലീഹയെ കുറിച്ച് ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ ഒരു യഹൂദനാണ്, കിലിക്കായിലെ താർസോസിൽ ജനിച്ചു, എങ്കിലും ഈ നഗരത്തിലാണ് ഞാൻ വളർന്നത്.
ഗമാലിയേലിന്റെ പാദങ്ങളിലിരുന്ന പിതാക്കന്മാരുടെ നിയമത്തിൽ നിഷ്കൃഷ്ടമായ ശിക്ഷണം ഞാൻ നേടി. ഇന്ന് നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന പോലെ ഞാനും ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണത നിറഞ്ഞവനായിരുന്നു. പൗലോസ്ലീഹ ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണത നിറഞ്ഞ വ്യക്തിയായിരുന്നു. ഇതുപോലെ തന്നെ തങ്ങളുടെ പിതാക്കന്മാരുടെ നിയമത്തിൽ വ്യക്തമായി ശിക്ഷണം ലഭിച്ച വ്യക്തിയായിരുന്നു പൗലോസ്ലീഹ. വീണ്ടും പൗലോസ്ലീഹയെ കുറിച്ച് പറയുകയാണ്, പൗലോസ്ലീഹയുടെ കുടുംബ മഹിമ. അവൻ ഒരു റോമൻ പൗരനായിരുന്നു. 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ്. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവനാണ്. ഹെബ്രായിൽ ജനിച്ച ഹെബ്രായനാണ്. നിയമപ്രകാരം ഫരിസേയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ. പൗലോസ്ലീഹയെ കുറിച്ച് പറയുകയാണ്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-6 തിരുവചനങ്ങളിലാണ് നമ്മൾ കാണുന്ന പൗലോസ്ലീഹയുടെ കുടുംബ മഹിമയെ കുറിച്ച് അവിടെ പറയുകയാണ്. എന്നാൽ ഇത്രമാത്രം മതപഠനത്തെക്കുറിച്ച് ഗ്രാഹ്യമുണ്ടായിരുന്ന വ്യക്തി, ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ജ്വലിച്ചിരുന്ന വ്യക്തി, നല്ല തറവാട്ട് മഹിമയും കുടുംബ മഹിമയും പറയാൻ അവകാശമുണ്ടായിരുന്ന പൗലോസ്ലീഹ. എന്നാൽ ഈ പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാൻ പോയി. പൗലോസ്ലീഹ കേൾക്കുകയാണ്, തൻ്റെ സമപ്രായക്കാരനായ ഒരു വ്യക്തി, അവന്റെ പേരാണ് യേശു. ഏകദേശം യേശുവിനെക്കാളും 2-3 വയസ്സ് കൂടുതൽ പൗലോസ്ലീഹയ്ക്ക് കാണുകയുള്ളൂ. ഈ പൗലോസ്ലീഹ ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് കേൾക്കുകയാണ്. ഈ വ്യക്തി ജെറുസലേമിലും യൂദയായാലും സമറിയായാലും എല്ലാം അവൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അവന് ശിഷ്യന്മാരുണ്ട്. അവനെ ഈ യേശു എന്ന് പറയുന്ന വ്യക്തിയെ കുരിശിൽ തറച്ച് കാൽവരിയിൽ കൊന്നു എന്ന് അവൾ കേൾക്കാനിടയായി. എന്നാൽ അടുത്ത വാർത്തയാണ് അവനെ ഞെട്ടിപ്പിക്കുന്നത്. ഒരുപാട് പേര് പറയുന്നു, ഈ കുരിശിൽ മരിച്ച യേശു എന്ന് പേരുള്ള വ്യക്തിയുണ്ടല്ലോ, അവൻ പ്രത്യക്ഷപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ജെറുസലേമിൽ കണ്ടവരുണ്ട്, യൂദയായിൽ കണ്ടവരുണ്ട്, സമറിയായി കണ്ടവരുണ്ട്, എമ്മാവൂസിൽ കണ്ടവരുണ്ട്. ഇത് മാത്രമല്ല, അവന്റെ ശിഷ്യന്മാർ വിളിച്ചു പറയുന്നു, ഇവൻ മിശിഹായാണ് എന്ന്. ഒരുപാട് യഹൂദരുണ്ടല്ലോ ഈ ഭ്രാന്തന്റെ പിന്നാലെ പോയേക്ക. ഇതാണ് പൗലോസ്ലീഹയെ ചൊടിപ്പിച്ചത്. പൗലോസ്ലീഹ നോക്കിക്കഴിയുമ്പോ തന്റെ മതത്തിൽ ഒരു ഭിന്നത ഉണ്ടാവാൻ പോവുക. ഇത്രമാത്രം മതത്തെക്കുറിച്ച് ഗാഢമായ പഠനം നടത്തിയിരിക്കുന്ന പൗലോസ്ലീഹ ആ സമയത്ത് എന്താ തീരുമാനിച്ച്, തന്റെ സമപ്രായക്കാരനായ ഒരു വ്യക്തിയെ അവൻ മരിച്ചു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇതാ തന്റെ മതത്തിൽ ഒരു വിഭജനം ഉണ്ടാവാൻ പോവുക. അവന്റെ പിന്നാലെ ഒരുപാട് ഭ്രാന്തന്മാർ ഇറങ്ങി തിരിച്ചിരിക്കുക. ഇതുകൊണ്ടാണ് പൗലോസ്ലീഹ ക്രിസ്തുവിന്റെ സഭയെ പീഡിപ്പിക്കുക എന്നത് അവന്റെ ജീവിത ലക്ഷ്യമാക്കി അവൻ ഇറങ്ങിത്തിരിക്കുന്നത്. എന്നിട്ട് ഈ പൗലോസ്ലീഹ മുന്നോട്ട് പോകുമ്പോൾ നാം കാണുകയാണ് ഈ പൗലോസ്ലീഹയ്ക്ക് ഉണ്ടാവുന്ന മാനസാന്തരം. എന്താണ് പൗലോസ്ലീഹയ്ക്കുണ്ടായ മാനസാന്തരം? ഇതാ സാവൂൾ എന്ന് പറയുന്ന പൗലോസിനെ കുതിരപ്പുറത്ത് തള്ളിയിടുന്നു. പിന്നീട് നാം വചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. 9-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങാരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. സാവൂൾ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. 3 ദിവസത്തേക്ക് അവന് കാഴ്ച ഇല്ലായിരുന്നു. വീണ്ടും നമ്മൾ കാണുകയാണ്, പൗലോസ്ലീഹയെ കുതിരപ്പുറത്ത് താഴേക്കിടുന്നു. ഈ പൗലോസിനോട് പറയുകയാണ്, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. പിന്നീട് പൗലോസ്ലീഹ 3 ദിവസത്തേക്ക് അന്ധനായി മാറുകയാണ്. അനനിയാസിന്റെ പക്കലേക്ക് പൗലോസ്ലീഹ പോകുന്നു. അവിടെ വെച്ച് പൗലോസ്ലീഹയ്ക്ക് കാഴ്ച ലഭിക്കുകയാണ്. ഇത് പൗലോസ്ലീഹയ്ക്കുണ്ടായ ഒരു ദൈവാനുഭവമാണ്. ഈ ദൈവാനുഭവം പിന്നീട് പൗലോസ്ലീഹയുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുകയാണ്. നാം കണ്ടുമുട്ടുന്നു, പൗലോസ്ലീഹ പിന്നീട് സീനായ് മരുഭൂമിയിലേക്ക് 3 വർഷത്തേക്ക് പോവുക. ഈ ദൈവാനുഭവം കിട്ടിക്കഴിഞ്ഞിട്ട് വീണ്ടും ജെറുസലേമിലേക്ക് പോയിട്ടില്ല. വീണ്ടും കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ ഓടി നടന്നില്ല. 3 വർഷക്കാലം ദൈവാനുഭവം കിട്ടിയ പൗലോസ്ലീഹയുണ്ടല്ലോ, സീനായ് മലയിലേക്ക് പോയി എന്ന് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം
17 തിരുവചനത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് വചനം പറയുന്നത്, ഞാൻ അറേബ്യയിലേക്ക് പോവുകയും ദമാസ്കസിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഈ പൗലോസ്ലീഹ ഈ മോശ ദൈവത്തെ മുഖാമുഖം ദർശിച്ച സീനായ് മല, ഈ സീനായ് മലയിലാണ് പൗലോസ്ലീഹ 3 വർഷക്കാലം ചെലവഴിച്ചത്. ഇത് പൗലോസ്ലീഹയുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുക. ദൈവത്തെ മുഖാമുഖം ദർശിച്ചു സീനായ് മലയിൽ. പിന്നീടാണ് പൗലോസ്ലീഹയുടെ അധരത്തിൽ നിന്ന് വരുന്നത്. പൗലോസ്ലീഹ പറയുകയാണ്, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം തിരുവചനം, ആരും അതെന്നെ പഠിപ്പിച്ചതല്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിലൂടെ അതെനിക്ക് ലഭിച്ചതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നു, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, ഇന്ന് ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, രോഗശാന്തികൾ നൽകുന്നു. പൗലോസ്ലീഹ പറയുകയാണ്, ഒന്നും എന്റെ കഴിവല്ല, പ്രവചനങ്ങളും ഭാഷാപരവും വെളിപ്പെടുത്തലും ഒന്നും എന്റെ കഴിവല്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിലൂടെ അവിടുന്ന് എനിക്ക് ലഭിച്ചതാണ് എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. ഓർത്തിരിക്കുക പ്രിയപ്പെട്ടവരെ, ഈ ദൈവാനുഭവം കിട്ടിയ പൗലോസ്ലീഹ പിന്നീട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയാണ്. ക്രിസ്തുവിന് വേണ്ടി ഏതവസ്ഥയിലും ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞയെടുക്കുകയാണ്. പൗലോസ്ലീഹയുടെ പിന്നെയുള്ള ജീവിതങ്ങളെ മുഴുവൻ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഒരുപാട് പ്രഹരങ്ങൾ ഏൽക്കുന്നുണ്ട്, നൊമ്പരപ്പെടേണ്ട അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. എവിടെയും പൗലോസ്ലീഹ പിന്നീട് തകർന്നു വീഴുന്നില്ല. യേശുവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, യേശുവിനെ പ്രസംഗിക്കുന്നതിന് വേണ്ടി പൗലോസ്ലീഹ ഇറങ്ങി തിരിക്കുക. ഞാൻ അനുഭവിച്ച ആ ദൈവാനുഭവം ഉണ്ടല്ലോ, മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇത് മാത്രം ഉണ്ടായിരുന്നല്ലോ പൗലോസ്ലീഹയുടെ തന്റെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിന്നിരുന്നത്. ഇവിടെയാണ് പൗലോസ്ലീഹയുടെ തീഷ്ണത നമുക്ക് കാണാൻ സാധിക്കുക. കൊരിന്തോസുകാർക്ക് 2-ാം ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള തിരുവചനം കാണുകയാണ്. വളരെ കൂടുതൽ കാരാഗ്രഹം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്രത്തിൽ ഏർപ്പെട്ടു. 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നിനെ കുറുകെ 40 അടി വീതം ഞാൻ കൊണ്ടു. 3 പ്രാവശ്യം വടി കൊണ്ടടിക്കപ്പെട്ടു. ഒരിക്കൽ കല്ലെറിയപ്പെട്ടു. 3 പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു. ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതിയിൽ നിന്നും എനിക്ക് അപകടങ്ങൾ ഉണ്ടായി. വീണ്ടും പൗലോസ്ലീഹ പറയുകയാണ്, നിരവധി രാത്രിയിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. പൗലോസ്ലീഹയ്ക്കുണ്ടായിരുന്ന ആ തീഷ്ണത നാം കണ്ടുമുട്ടുക. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ് പൗലോസ്ലീഹയുടെ ആ യേശുവിനെ കൊടുക്കുവാനുള്ള ദാഹം. പൗലോസ്ലീഹ വീണ്ടും ജെറുസലേമിലേക്ക് വരാൻ പോവുക. ഈ സമയത്ത് കെസ്രിയയിൽ വെച്ച് പൗലോസിനോട് സന്ദേശമുള്ള വ്യക്തികൾ പറഞ്ഞു, പൗലോസേ, നീ അവിടേക്ക് പോകുന്ന അപകടമാ. എന്നാൽ ഒരിക്കലും പൗലോസ് പിന്മാറിയില്ല. അവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ യേശുവിനെ കൊടുക്കുക എന്ന് മാത്രമായിരുന്നു. ഈ പൗലോസിനെ ജെറുസലേമിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് വലിയ അപകടം ഉണ്ടാവാൻ പോവുക, പൗലോസിനെ ആക്രമിക്കാൻ പോവുക. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ പൗലോസിന് റോമൻ പട്ടാളക്കാര് കെസ്രിയയിലേക്ക് മാറ്റി. കെസ്രിയയിൽ ചെന്നു അവിടെയും സുവിശേഷം പ്രഘോഷിച്ചു. അവിടുത്തെ ദേശാധിപതിയായിരുന്നു ഫെലിക്സിന് മുമ്പിൽ പൗലോസ്ലീഹ സുവിശേഷം അറിയിച്ചു. വീണ്ടും പൗലോസിനെ, ഇനി നീ ഒരു കുറ്റവാളിയല്ല, നിന്നെ ഫ്രീ ആയിട്ട് വിടുകയാണ് എന്ന് ഈ കെസ്രിയയിൽ വെച്ച് ഫെലിക്സ് പറഞ്ഞു കഴിയുമ്പോൾ, വേണ്ട, എനിക്ക് റോമിലേക്ക് പോകണം, ഞാൻ റോമൻ പൗരനാണ്, റോമൻ പൗരനായി എനിക്ക് സീസറിന് മുമ്പിൽ അപ്പീൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ റോമിലേക്ക് പോവുക. അവന്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്താ? റോമിലും കർത്താവിനെ കൊടുക്കണം. ആ കപ്പൽ യാത്രയിൽ മാൾട്ടയിൽ വെച്ച് കപ്പൽ അപകടം ഉണ്ടാവുന്നു. അവിടെയും അവൻ ക്രിസ്തുവിനെ കൊടുക്കുന്നു. വീണ്ടും റോമിലെത്തി 2 വർഷക്കാലം അവനെ വീട്ടുതടങ്കിൽ ആക്കുകയാണ്. വീട്ടുതടങ്കിലായിരുന്ന സമയം ഓർക്കണം, അവന്റെ ഒരു കയ്യിൽ ചങ്ങല, ആ ചങ്ങലയുടെ മറ്റേ അറ്റം പട്ടാളക്കാരന്റെ കയ്യിലാണ്. എന്നിരുന്നാലും ഈ റോമില് ആ 2 വർഷക്കാലം ആ ജനത്തെ അവൻ ആസ്വദിച്ചിട്ടുണ്ട്. റോമിലെ ആ ജനത്തോട് കയ്യിൽ ചങ്ങല കിടന്നാലും അവൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. കാരണം അവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, യേശുവിനെ കൊടുക്കണം, യേശുവിനെ കൊടുക്കണം. ഓർക്കുക പ്രിയപ്പെട്ടവരെ, 40 വർഷക്കാലം യേശുവിന് വേണ്ടി ജീവിച്ച ഒരു ജീവിതം.
ജീവിതത്തിന്റെ നല്ല കാലഘട്ടത്തിൽ യേശുവിനെ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യൻ, അവസാനം നാം കാണുകയാണ് അവന്റെ കഴുത്ത് അറുക്കപ്പെട്ടു എന്നുള്ളത്. കഴുത്ത് വെട്ടി സുവിശേഷത്തിന് വേണ്ടി അവൻ ജീവിച്ചതുകൊണ്ട് അവൻ ജീവിതത്തിന്റെ നല്ല കാലത്ത് ഇറങ്ങിത്തിരിച്ചു. ജീവിതം മുഴുവൻ സഹനങ്ങളായിരുന്നു, പീഡകളായിരുന്നു. ഒരിക്കലും അവൻ പതറിയില്ല. അവസാനം അവന്റെ കഴുത്ത് വെട്ടപ്പെട്ടു. ഒന്ന്, അവന്റെ ജീവിതത്തിലെ ഏക ലക്ഷ്യം ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവല്ലാതെ അവന് മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നില്ല. രണ്ട്, അവന്റെ ജീവിതത്തിലെ ഏക നേട്ടം ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവല്ലാതെ അവന് മറ്റൊരു ചിന്തയുണ്ടായിരുന്നില്ല. ക്രിസ്തുവിനെ വിറ്റുകൊണ്ടല്ല, ക്രിസ്തുവായിരുന്നു അവന്റെ നേട്ടം. മൂന്ന്, അവൻ ഈ ലോകത്തിന് വേണ്ടിയല്ല ജീവിച്ചത്, വരാനിരിക്കുന്ന ലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. നാല്, താൻ അനുഭവിച്ച യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക ഏറ്റവും വലിയ പാപമായിട്ട് പൗലോസ്ലീഹ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ യേശുവിനെ കൊടുക്കുക, യേശുവിനെ കൊടുക്കുക, അതിന്റെ ദാഹമായി മാറട്ടെ.